ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മളൊരു ഭാഗമാണല്ലോ അല്ലേ സിനിമയില്. ഈ അടൂർബാസി, ബഹദൂർ, എസ് പി പിള്ള, ജഗദീഷ് ശ്രീകുമാർ, മാള, പപ്പു, അവരുടെ ശ്രേണികളിൽ നാരായണൻകുട്ടിയുടെ പേരും വരുന്നുണ്ടല്ലോ. വലിയ കാര്യമല്ലേ. സ്വന്തം നാട് ശരിക്കും എവിടെയാ? ഞാൻ ജനിച്ചതൊക്കെ കവലാത്തീരത്തിൽ അവിടെയാണ്. MG റോഡിലെ അവിടെയാണ് എന്റെ വീടൊക്കെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്. ജോലി ഹൈക്കോടതിയിലായിരുന്നു. ജോലി ഉണ്ട് അവര് ഹൈക്കോടതി ജഡ്ജിയാക്കാതെ പിന്നെ സർവീസ് കഴിഞ്ഞ് 26 കൊല്ലം സർവീസ് ചെയ്ത് പോകുന്നു. അപ്പൊ പെൻഷൻ അടിപൊളി. ഒരു മണിക്ക് 2 പക്ഷി. മാമുണ്ണ വേറെ പൈസ കിട്ടുന്നുണ്ട്. മാമുണ്ണ കിട്ടും. അത് മാത്രമല്ല ഈ സർവീസ് ഇരുന്നത് കൊണ്ടാണ് ഇപ്പൊ കഞ്ഞി കുടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ കൊറോണയ്ക്ക് ശേഷം പടങ്ങളും കുറവായിരുന്നു. പിന്നെ നമ്മളുടെ നടനെയും വില്ലനെയും ആരും കാണുന്നില്ല. ഒരു വില്ലനായിട്ടൊക്കെ നമ്മൾ ഷെയിം ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും നായകനാവാൻ വേണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു പറയാ? അപ്പൊ വിളിച്ച് അവരെ കാര്യങ്ങളൊക്കെ ഓരോ കാട്ടിൽ പോയി. പടം സൂപ്പർ ഹിറ്റ് ആവുന്ന പേടിച്ചവർ കാര്യം മാത്രമല്ല എനിക്ക് അഡ്വാൻസ് ഒക്കെ തന്നത്. അതിലൊക്കെ ഒരു യോഗം വേണം. എന്തായാലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നായകനായിട്ട് വരും, ഇന്നല്ലെങ്കിൽ നാളെ. എന്തായാലും സമയം ഇനിയുണ്ട്. ഇത്ര ചെറുപ്പമല്ലേ, വയസ്സ് 40 ആയുള്ളൂ. ഇനിയും കിടക്കുന്നില്ലേ കുറെ വർഷം. ഒരു എന്താ പറയാ, എന്നാലും എനിക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ഒരു ഈ പഴയ ബോംബ് കഥ, തെങ്കാശിപ്പട്ടണം, അങ്ങനെ. അത് മാത്രമല്ല, ചലിക്കാത്ത ജന്തുവില്ല, ഒരു ഒലക്കേട് ചിരിക്കാൻ. പിന്നെ നിങ്ങൾ ചില സിനിമകൾ പോലീസ് ഓഫീസറായിട്ട് വരും കേട്ടോ. അത് വല്ലാത്ത രസമാണ്. അപ്പൊ എണ്ണമറ്റ സിനിമകളിൽ ഹാസ്യ കഥാപാത്രങ്ങൾ തന്മയത്വത്തോടെ ചെയ്യാൻ നാരായണൻകുട്ടി കഴിഞ്ഞു എന്നുള്ള വാസ്തവമാണ്. അതൊരു മലയാള സിനിമയുടെ അംഗീകാരങ്ങൾ ലഭ്യമായിക്കൊണ്ട് ശരിക്കും നല്ല എന്താ പറയാ നടനല്ല, അതായത് ഈ പറഞ്ഞ പോലെ ഹാസ്യത്തിൽ നിന്നും മാറി സ്വഭാവ ക്യാരക്ടറിലേക്ക് വരാൻ കഴിഞ്ഞ അത് മഹാഭാഗ്യമാണ്. വരട്ടെന്നേ, ഇനിയും സമയമുണ്ടല്ലോ. നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുകയല്ലേ. താങ്ക് യു സർ.